ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താൻ പറ്റിക്കപ്പെട്ടതോർത്തിട്ട് ശ്രുതി ഭയങ്കര നിരാശയിലും സങ്കടത്തിലും അതുപോലെ തന്നെ ടെൻഷനിലുമാണ്. കംപ്ലൈൻ്റൊക്കെ എഴുതി കൊടുത്തിട്ട് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞ് കയ്യിൽ കാശൊക്കെ ഇട്ട് രേവതിയുടെ അടുത്തോട്ട് പോവാണ്. രേവതിയെ വിളിച്ചൊരു മുറിയിൽ കയറ്റിയിട്ട് പറയുന്നുണ്ട്, രേവതി ഇന്ന് ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല, രാവിലെ തൊട്ട് ഓടിയ ഓട്ടോ, 2500 രൂപ ഉണ്ട്, ഇന്നത്തെ ഒരു ദിവസത്തെ ഇതാ നിനക്ക് തരാൻ വേണ്ടി വന്നതാ, നമുക്ക് റൂം കിട്ടുന്നതിന് വേണ്ടി സമ്പാദിക്കണ്ടേ, ഇത് അതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനും ഇന്ന് കുറേ സ്ഥലത്ത് പൂവൊക്കെ കൊടുത്ത് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് സച്ചിയേട്ടാ, ഇതും നമുക്ക് മുറി കെട്ടാൻ വേണ്ടി മാറ്റി വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, കല്ല് കൊണ്ടൊന്ന് മോളി വെച്ചപ്പോൾ തന്നെ തുടങ്ങിയാലോ, നമുക്ക് എത്രയും പെട്ടെന്ന് മുറി കെട്ടാൻ സാധിക്കും എന്നാണ് തോന്നുന്നതെന്നൊക്കെ സച്ചിയും രേവതിയും ഭയങ്കര പ്രതീക്ഷയിലാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പ്രതീക്ഷയിൽ എന്ത് ചെയ്താലും നമുക്കതൊക്കെ നേടിയെടുക്കാം സച്ചിയേട്ടാ എന്ന് പറയുവാണ്. സച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് രാവിലെ തൊട്ട് നിൽക്കാണ്ട് ഓടിയ ഓട്ടോ ആണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മതിയായി രേവതി, എൻ്റെ കൈയും കാലൊക്കെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പോഴേക്കും രേവതിക്ക് അത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്. രേവതി ചോദിക്കും, ഞാനെടുത്ത ശബ്ദം കൊണ്ട് സച്ചിയേട്ടനാകെ പെട്ടുപോയല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതൊന്നും അല്ല, ഭാര്യ എന്തെങ്കിലും ശബദം എടുത്താൽ അതിൽ ഭർത്താവിന് ഉത്തരവാദിത്വം ഇല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ചൂട് പിടിച്ച് തരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതൊന്നും വേണ്ട രേവതി എന്ന് പറയുമ്പോൾ, ചൂട് പിടിക്കാൻ സച്ചിയേട്ടാ, അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും കാല് നല്ല വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് സച്ചിയുടെ കാല് നല്ലോണം മസാജ് ചെയ്ത് ചൂട് പിടിച്ച് കൊടുക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇത് കാണുവാണ്. ചന്ദ്ര കാണുമ്പോഴേക്കും ഞെട്ടും, ഇതെന്താ ഇവിടെയും കാല് തടവി കൊടുക്കലാണോ, എന്നാലും കുഴപ്പമില്ല, സച്ചി വായെ തോന്നിയതൊക്കെ സംസാരിക്കുമെങ്കിലും ഭാര്യയെ എവിടെ നിർത്തണം എന്ന് എനിക്കറിയാം, ഈ രേവതി ഭർത്താവിനെ എങ്ങനെ കൈക്കുള്ളിൽ ഒതുക്കാനോ അവൾക്കറിയാം, എന്നാലും കുഴപ്പമില്ല, ഭർത്താവിനൊരു മര്യാദയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വേണം ഭാര്യയും ഭർത്താവ് ആയാലെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയും, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതാദ്യം കൊണ്ടാണ് ആ ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കട്ടെ, അവൻ അവിടെ ഭാര്യയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു, അവനെ പോയി വിളിച്ചോണ്ട് വരാം ഞാനെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നേരെ ശ്രീകാന്തിൻ്റെ മുറിയിലോട്ട് പോവുകയാണേ. അപ്പോൾ ഈ ടൈമിൽ തന്നെ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്, നീയും ഒരുപാട് സ്ഥലത്ത് പൂ കൊടുക്കുകയും പൂ കെട്ടുകയൊക്കെ ചെയ്യുമല്ലോ, നിനക്കും വേദനകളൊക്കെ ഉണ്ടാവുമല്ലോ, നീ അതവിടെ വെക്ക്, ഇനി ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ടാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇരിക്ക്, ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരും എന്ന് പറഞ്ഞ് രേവതിയുടെ വിരലൊക്കെ സച്ചി മസാജ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതേ ടൈം തന്നെയാണ് ചന്ദ്ര ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്. എടാ ശ്രീകാന്ത്, നീ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്നേ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ അമ്മേ, എന്താ കാര്യം? ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആ വർഷ എവിടെ? അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ കുളിച്ചുകൊണ്ടിരിക്കുക. നീയൊക്കെ ഒരു ഭർത്താവ് തന്നെയാണോടാ, നീ തന്നെയല്ലേ അവളുടെ ഭർത്താവ്, അതോ അവളാണോ നിന്റെ ഭർത്താവ്? അപ്പോൾ ശ്രീകാന്ത് പറയും, എന്താ അമ്മ, എന്താ കാര്യം? അല്ല, അവൾ നിന്റെ മേത്ത് കാലെടുത്ത് വെക്കുന്നു, നിന്നെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നു, നീ ആണ് തന്നെ അല്ലേടാന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അമ്മേ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ല ഇടപഴകുന്നത്, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെയാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ആദ്യം ഭാര്യയുടെ സ്ഥാനത്ത് നിർത്താൻ പഠിക്കുക, ഭാര്യയായിട്ട് കാണാൻ പഠിക്കുക, ഒരു മര്യാദയുണ്ട് അവൾക്ക്, നിന്റെ മേത്ത് എന്തൊക്കെയാണ് അവൾ ചെയ്യിപ്പിക്കുന്നത്, അതൊക്കെ ആ സച്ചി പഠിപ്പില്ലെങ്കിൽ എന്താ വായെ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും, പക്ഷേ അവന് ഭാര്യയെ എവിടെ നിർത്തണമെന്ന് നന്നായിട്ട് അറിയാം, അവൻ ഭാര്യയെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത്, നീയൊന്ന് വന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിച്ച് ചന്ദ്ര പോവാണ് ആ മുറിയിലോട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ തന്നെ വന്ന് നോക്ക്, ഭാര്യയെ എവിടെ നിർത്തണം എന്ന് ആ സച്ചി നിന്നെ പഠിപ്പിച്ചു തരും, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഭാര്യയ്ക്ക് നിൻ്റെ അടുത്തൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഭാര്യ പറയുന്ന വാക്കും കേട്ട് നീ അതിൻ്റെ താളത്തിനകത്ത് തുള്ളല്ലേ, നീ തന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ മുറിയിലിരിക്കുന്ന സച്ചിയും രേവതിയും കാണിച്ചു കൊടുക്കുവാണേ. അത് കാണുമ്പോഴേക്കും ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുവാണ്. കാരണം ശ്രീകാന്ത് നോക്കുമ്പോൾ സച്ചി രേവതിയുടെ വിരലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നിനക്കും വേദന ഉണ്ടാവും, ഞാൻ മസാജ് ചെയ്ത് തരാം, വേദന ഉണ്ടെങ്കിലും നീ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ മസാജ് ചെയ്തിരിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, കണ്ടു, ഇനി അമ്മ തന്നെ അങ്ങോട്ട് നോക്കുമെന്ന് പറയുവേ. അപ്പോൾ ചന്ദ്ര നോക്കുമ്പോൾ സീൻ നേരെ മറിഞ്ഞിരിക്കുന്നു. ചന്ദ്ര പറയും, ഇവനെന്താ അവക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഭാര്യയോട് സ്നേഹമുള്ള ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാമേ, ഭർത്താക്കന്മാർ ഇങ്ങനെയാണ്, ഭാര്യമാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും, ഇതൊക്കെ കാണിക്കാനാണോ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോകുവാണ്. ചന്ദ്രക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുവാണ്, അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടിട്ട്. ചന്ദ്ര അപ്പം മനസ്സിൽ വിചാരിക്കും, ഞാൻ പ്രസവിച്ച 3 ആൺമക്കളും ഭാര്യമാരുടെ വാക്ക് കേട്ട് നടക്കുന്നവരായല്ലോ എന്ന് പറയുവാണ്. സച്ചിൻ രേവതി ഏതായാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ, അവരറിഞ്ഞിട്ട് പോലുള്ളൂ ഇവർ വന്നിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്നത്, അവരവിടെ നല്ലതായിട്ട് സ്നേഹിക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് രവീന്ദ്രൻ വരുവാണ്. രവീന്ദ്രൻ വന്ന് നോക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ കാലൊക്കെ വേദന എടുത്ത് ഇങ്ങനെ കാലൊക്കെ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ഛാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ കാലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂട് പിടിച്ച് കൊടുക്കുമായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി ഇത്, ഞായറാഴ്ച പോലും
വീട്ടിലിരിക്കാതെ റെസ്റ്റ് എടുക്കാതെ നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നിൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതാണോ? ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുത്ത് നിനക്ക് വീട്ടിലിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഏയ് അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നാലൊന്നും ശരിയാവില്ല അച്ഛാ, എനിക്ക് ഓട്ടം തന്നെയാണ് എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇന്ന് ഇനിയിപ്പോൾ ഓട്ടത്തിനൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടാവും. സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് അച്ഛാ കയ്യിലൊരു ബോക്സ്? അപ്പോൾ രവീന്ദ്രൻ പറയും, ഇതൊരു ബൊമ്മയാടാ. ബൊമ്മയോ? ഇവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ അച്ഛാ, ഇനി ചിലപ്പോൾ ഉണ്ടാകും, അതിനു വേണ്ടി മേടിച്ചു വെച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് അല്ലടാ, ഇത് നിൻ്റെ അമ്മക്ക. അപ്പോൾ സച്ചി ആലോചിക്കും, അമ്മയ്ക്ക് എന്തിനാ ഈ ബൊമ്മയൊക്കെ, അമ്മയ്ക്ക് എന്താ കളിക്കാനാണോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇത് കളിപ്പിക്കാനുള്ള ബൊമ്മയല്ലടാ, നിൻ്റെ അമ്മേനെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബൊമ്മയാണ്. അപ്പോൾ സച്ചി പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ആ ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ അവിടെ പുറത്ത് ബാൽക്കണിയിൽ എവിടെയോ നിപ്പുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് പോകുവാണേ. രവീന്ദ്രനെ കാണുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ നമ്മുടെ മക്കൾ എന്താ ഇങ്ങനെ, എല്ലാവരും ഭാര്യമാരുടെ വാക്കും കേട്ട് നടക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആ 3 മരുമക്കളും കൂടി ഞങ്ങളുടെ വീട് ഭരിക്കും, അത് കാണേണ്ട ഗതികേടായിരിക്കും എനിക്കെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ അവിടെ ഇരിക്കുക ചന്ദ്ര, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ബോക്സ് അഴിക്കുവാണേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് സാധനം ഇത്? ഇതൊരു ബൊമ്മയാ, നിനക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ചന്ദ്ര പറയും, ബൊമ്മയോ? ആ നോക്ക്. എന്നിട്ട് മറ്റേ കുരങ്ങന്മാരില്ലേ, ഒന്നും കാണാത്തൊരു കുരങ്ങൻ, ഒന്നും പറയാത്തൊരു കുരങ്ങൻ, ഒന്നും കേൾക്കാത്തൊരു കുരങ്ങൻ, അങ്ങനത്തെ 3 ബൊമ്മകളുണ്ടല്ലോ ഗാന്ധിയുടെ, അതുകൊണ്ടൊന്ന് ചന്ദ്രക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതെന്തിനാ എനിക്ക്? അല്ല നീ കുരങ്ങന്മാരെ കണ്ടില്ലേ, ഇവരെ പോലെ ആവണം നമ്മളും. ചില കാര്യങ്ങൾ നമ്മളൊന്നും കാണാൻ പാടില്ല, ചിലത് നമ്മളൊന്നും മിണ്ടാൻ പാടില്ല, ചിലത് നമ്മളൊന്നും കേൾക്കാൻ പാടില്ല. ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതിനാൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളെ ഉണ്ടാവത്തില്ല. നീ എന്തിനാ നമ്മുടെ മക്കളുടെ മുറിയിലൊക്കെ പോയി നോക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത്? അങ്ങനെയൊന്നും പാടില്ല ചന്ദ്രേ. നീ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൊമ്മയെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പോൾ നിൻ്റെ ജീവിതം നന്നാവും, ഈ വീട്ടിലെ പ്രശ്നവും മാറും എന്ന് പറയുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്താ രവിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ വേണം ചന്ദ്ര, ഇങ്ങനെ ഇരുന്നാലേ നമ്മുടെ വീട് നന്നാവുള്ളൂ, വീട് നന്നായാൽ നാട് നന്നാവുള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ ഉപദേശിക്കുവാണേ. ഒരിക്കലും നമ്മുടെ മക്കൾ ഒരു പ്രായം വരെ നമ്മുടെ വാക്ക് കേൾക്കത്തുള്ളൂ, അത് കഴിഞ്ഞും നമ്മൾ അവരെ അതിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മേലുള്ള ബഹുമാനമൊക്കെ പോവും ചന്ദ്രേ, അവർ പിന്നെ നമുക്കൊരു വില പോലും തരത്തില്ല എന്ന് പറയുവാണേ. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളപ്പോൾ എന്നെ ഒരു കുരങ്ങനായിട്ടാണോ കാണുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇപ്പോൾ അല്ല, ഞാൻ പണ്ട് തൊട്ടേ നിന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുവാണേ. ചന്ദ്രക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതി ഇങ്ങനെ റെഡിയായിട്ട് സച്ചിയുടെ അടുത്തോട്ട് വരുവാണ്. സച്ചിയേട്ടാ ഇന്ന് ഓട്ടത്തിനൊന്നും പോകണ്ട കേട്ടോ, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോകുന്നു രേവതി? ഞാനേ ഒന്ന് മീനൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്നെന്ത് പറ്റി പെട്ടെന്ന് മീൻ? അല്ല സച്ചിയേട്ടനെ കാലുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മീനിൽ ഒരുപാട് വൈറ്റമിൻസ്, കാൽസ്യം, മിനറൽസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സച്ചിയേട്ടൻ എവിടെ ഇരിക്കുക, ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീയും കൂടി എല്ലാ ദിവസവും ഓട്ടോ അല്ലേ രേവതി, നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി മേടിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, വേണ്ട സച്ചിയേട്ടാ ഇരിക്കുക, എനിക്ക് മാർക്കറ്റിലോട്ടൊക്കെ പോകാൻ അറിയാം, ഞാൻ പോയി മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇറങ്ങാൻ പോകുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോകാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, ആ കാറിൽ നല്ല കാര്യമായി, എന്നാൽ പിന്നെ കാർ ഫുള്ള് മീനിൻ്റെ മണമായിരിക്കും, പിന്നെ സച്ചിയുടെ കാറിൽ ഒരാൾ പോലും കയറത്തില്ല മണം കാരണം എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഓ അതും ശരിയാണല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുക, ഞാൻ എന്തായാലും പോയി മീൻ മേടിച്ചിട്ട് എളുപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ അലമാരയിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് മാർക്കറ്റിലോട്ട് പോകുകയാണ്. അപ്പോൾ സച്ചിക്ക് രേവതിയുടെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുതരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ കിടന്നുറങ്ങുവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഓടി വന്ന് ചന്ദ്രയുടെ കാലിൽ പിടിച്ച് കിടന്നിങ്ങനെ കരയുവാണേ. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ കിടക്കുമ്പോഴേക്ക് ശ്രുതി വന്ന് കിടക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താടാ ശ്രുതി, ഇത് എന്തിനാ നീ എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാൻ എഴുന്നേക്കില്ല അമ്മ ഇവിടുന്ന്, അമ്മ എന്നെ സഹായിക്കാമെന്ന് പറയാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ കാര്യം, നീ ആദ്യം എൻ്റെ കാലിൽ നിന്ന് പിടിവിട്ട് എഴുന്നേക്ക്, ആ സച്ചിൻ രേവതിയും കണ്ട അത് മതി, ഒന്ന് എഴുന്നേക്ക്, എൻ്റെ നാണം കെടുത്തല്ലേ നീ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി എഴുന്നേറ്റിട്ട് ഇരുന്ന് കരയുവാണേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ ശ്രുതി, നീ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്, എന്താ കാര്യം, എന്താ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറ്റിക്കപ്പെട്ടു പോയമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, പറ്റിക്കപ്പെട്ടെന്നോ, എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വലിച്ചുകൊണ്ട് മുറിയിലോട്ട് പോകുവാണ്. എന്നിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ചന്ദ്ര ശ്രുതിയുടെ ഈ സങ്കടത്തിൻ്റെ കാര്യം അന്വേഷിക്കുവാണ്.
സുധിയുടെ കരച്ചിൽ കാണുമ്പോൾ ചന്ദ്രക്കും സങ്കടം വരുവാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ എൻ്റെ മോനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രുതി കല്യാണത്തിന് പോകുവാന്ന് പറഞ്ഞ് പോയായിരുന്നു, അവക്കെന്തെങ്കിലും? ഇപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ ശ്രുതിക്കൊന്നും സംഭവിച്ചില്ല, ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് കാര്യം തെളിയിച്ച് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇന്ന് കുറച്ച് പേര് കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി വന്നു, ഞാൻ സാധനം കൊടുത്തു. 4 ലക്ഷത്തിൻ്റെ സാധനങ്ങളാമ്മ അവർ മേടിച്ചെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, 4 ലക്ഷമോ, അത് നല്ല കാര്യമല്ലേടാ, അതിന് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അമ്മേ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചന്ദ്രയോട് വിശദീകരിച്ച് പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ്, നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണേ ശ്രുതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ചന്ദ്ര, എൻ്റെ 4 ലക്ഷം പോയമ്മേന്ന് പറയുവാണേ ശ്രുതി കരഞ്ഞോണ്ട്. അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, പൈസ മൊത്തം പോയെന്നോ? ആ അമ്മേ, പൈസ ആ കള്ളന്മാരെ കിട്ടിയാലേ എനിക്കിനി എന്തെങ്കിലും കാര്യമുള്ളൂ എന്നാ പോലീസുകാർ പറയുന്നതെന്ന് പറയുവാണ്. ചന്ദ്രക്ക് ദേഷ്യം വന്ന് ശ്രുതിയുടെ നേരെ ഇങ്ങോട്ട് തിരിയുവാണേ. എന്താടാ നീ, എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ മണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര പൊട്ടിത്തെറിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത്. മര്യാദക്കൊരു കാര്യം പോലും നീ ചെയ്യില്ലേടാന്ന് പറഞ്ഞിട്ട് സൂതിയുടെ മുഖത്തിട്ട് ഒറ്റയടി കൊടുക്കുവാണേ. അപ്പോൾ സൂതി പറയുന്നുണ്ട്, അമ്മ പ്ലീസ് എന്നെ തല്ലല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ചന്ദ്ര ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുവാണേ, നിന്റെ ഡിഗ്രിക്ക് എടുത്ത് കൊണ്ട് ചവറ്റുകൊട്ടയിലിടറാ, ഇതിനാണോ നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്, പഠിപ്പുള്ള മണ്ട, നിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ, എനിക്ക് വയ്യ, നിന്നെ കൊണ്ടിരിക്കും മതിയായ, ഒരു ഗുണവും ഇല്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തല്ലുന്നുണ്ട് സൂതിയോട്ട്. സൂതി, അമ്മ പ്ലീസ് തല്ലല്ലേ എന്ന് പറഞ്ഞിട്ടത് ചന്ദ്ര കേൾക്കുന്നില്ല. ചന്ദ്രക്ക് അത്രയും ദേഷ്യം വന്നിരിക്കുവാണ്. കാരണം ഈ ഒരു ബിസിനസ് ചെയ്തിട്ടെങ്കിലും ശ്രുതി ഒന്ന് നന്നാവും ഓർത്തപ്പോൾ അതിലും വൻ പരാജയമായാലോ തൻ്റെ മോനെന്നോർത്ത് ചന്ദ്ര പൊട്ടിക്കരയുന്നുണ്ട്. നീ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നടാ, ഒരു കാര്യം പോലും നീ മര്യാദക്ക് ചെയ്യുന്നില്ലല്ലോ, ഇത്രയ്ക്കൊരു മണ്ടനെയാണോ ഞാൻ ഇത്ര നാൾ തലേ കയറ്റി വെച്ച് നടന്നതെന്നൊക്കെ പറഞ്ഞ് കരയുവാണേ ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോമ്മേ, പക്ഷേ ഈ നടന്ന കാര്യങ്ങളൊക്കെ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ, അവൾ എന്നെ ചീത്ത പറയും, എനിക്കൊരു വില പോലും തരില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എങ്ങനെ വില തരോടാ, ഇങ്ങനെ പൊട്ടത്തരം കാണിക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഭാര്യയും ബഹുമാനിക്കത്തില്ല, നീ അതാദ്യം മനസ്സിലാക്കുക എന്നൊക്കെ പറയുവാണ്. എനിക്ക് പേടിയാവുന്നമ്മേ, 1 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് ഞാൻ ശ്രുതിയെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഡീലർമാരിപ്പോൾ കാശ് മേടിക്കാൻ വേണ്ടി വരും, എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു പിടിയില്ല അമ്മേ, അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് ശ്രുതി പൊട്ടിക്കരയുവാണേ. എനിക്ക് ഉടനെ ഒരു 4 ലക്ഷം രൂപ വേണോ അമ്മേ, അമ്മ എങ്ങനെയെങ്കിലും എനിക്കൊരു 4 ലക്ഷം താന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഇവിടെ ഇരിക്കുന്ന സാധനം എന്തെങ്കിലും എടുത്ത് ഞാൻ നിൻ്റെ തലക്കിട്ടടിക്കും, എൻ്റെ മുമ്പിൽ നിന്ന് പോടാന്ന് പറയുവാണ്. ശ്രുതി പറയുന്നുണ്ട്, പ്ലീസ് അമ്മേ, അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ മാറി ഇങ്ങനെ ഇരിക്കുവാണ് ദേഷ്യത്തിൽ. അമ്മ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കമ്മന്ന് വീണ്ടും ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശ്രുതി ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവൾ എട്ടേച്ചും പോവമ്മേ, എനിക്ക് പിന്നെ അവളെ കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കാല് പിടിച്ചിരുന്ന് കരയുവാണ് ശ്രുതി. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുന്നുണ്ട്, നീ എൻ്റെ കാലൊന്നും പിടിച്ച് കരയണ്ട, മാറി നിൽക്കടാന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല, അമ്മ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ വാശിക്ക് തന്നെ ശ്രുതി കാല് പിടിച്ചിരുന്ന് കരയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.